Good evening all. Screen share കാണാമോ? Hello. Hello. So നമ്മൾ ഇന്നലെ ജസ്റ്റ് ബേസിക് കുറെ പാരാമീറ്റേഴ്സ് നോക്കിപ്പോയി. ഇന്ന് നമ്മളൊരു പ്രൊജക്റ്റിന് എസ്റ്റിമേറ്റ് ഫുള്ള് നോക്കാന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോ ഒരു ഓട്ടോകാഡ് ഫയൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ആർട്ടിക്സ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചർ ഡ്രോയിങ്സും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പ്ലിന്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിള് ജോയിന്റ് ടേബിള് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് എനിക്ക് കിട്ടിയിരുന്ന PDF ഫയൽ ഇതായിരുന്നു. ഇത് റെഫറൻസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇനി ഇത് കൂടാണ്ട് ഇതിനൊപ്പം ഒരു ഡാറ്റ ഷീറ്റ്, അതായത് ക്ലയന്റിന്റെ ഒരു ഫീഡ്ബാക്ക് ഫോം എന്നുള്ള രീതിയിൽ ഒരു ഫോം കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ അതിൽ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ഫോം നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ഫോം ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കോമൺ ഫോം ഒരെണ്ണം തരാം. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഫ്രെയിംഡ് സ്ട്രക്ചർ ആണോ എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. RCC സ്ട്രക്ചർ കൊടുക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. സോ ബാക്കി എല്ലാ എലമെന്റ്സും ഇപ്പൊ RCC ആണ്. ചില കേസിൽ ഇത് RCC ആയിരിക്കില്ല. നമുക്ക് ഹാഫ് ലോഡ് ബെയറിംഗ് അല്ലെങ്കിൽ ഫുള്ളി ലോഡ് ബെയറിംഗ് ഒക്കെ ആണെങ്കിൽ ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ കേസിൽ ഇപ്പൊ ഓൾറെഡി നിങ്ങൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തതല്ലേ, സോ ഫുള്ളി ഫ്രെയിംഡ് ആയിട്ട് എടുത്തിട്ട് അങ്ങ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇനി പാർക്കിംഗ് ഉണ്ടോ, അത് കവേർഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഫ്ലോറിന്റെ ഹൈറ്റ്, ഫ്ലോർ 11 ഫീറ്റ്. നമുക്ക് വേണമെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കുറച്ച് അസ്യൂം ചെയ്യാം കേട്ടോ. ഈ ഡാറ്റ ഷീറ്റ് നോക്കി ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചാണ് ക്യാരി യൂട്ടിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നത്. അതായത് ടെറസ് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ വാട്ടർ പ്രൂഫിംഗ് ഇല്ലാത്തൊരു കേസ്, അതുകൊണ്ട് ഇത് നോ കൊടുത്തേക്കുന്നത്. പിന്നെ സോക്ക് പിറ്റ് വേണ്ട, സം ടാങ്ക് വേണം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓവർഹെഡ് ടാങ്ക് പ്ലാസ്റ്റിക് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് RCC അതിന്റെ ക്വാണ്ടിറ്റി എടുക്കണ്ട. പിന്നെ എത്ര മെമ്പേഴ്സ് ഉണ്ടോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 5 പേരെ താമസിക്കുന്നുള്ളത്. ഓക്കെ, ഇത്രയും ബേസിക് ഡാറ്റ കൂടി നോക്കിയിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, SMAX ഓപ്പൺ ചെയ്തു. ന്യൂ പ്രൊജക്ട് സെലക്ട് ചെയ്തു. യൂണിറ്റ്സ് സെന്റിമീറ്റർ ആണ്. ഇനി പ്രൊജക്ടിന്റെ പേര് എൻ്റർ ചെയ്യുക. ക്ലയന്റ് നെയിം, പിന്നെ റീജിയൻ നെയിം ഇത്ര എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക. കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റോറി സെറ്റ് ചെയ്യണം. അതിന് മുന്നേ സേവ് ചെയ്യുമ്പോൾ സെയിം ലൊക്കേഷൻ, നമ്മൾ എവിടെയാണോ ഡ്രോയിങ് സേവ് ചെയ്തേക്കുന്നത് സെയിം ലൊക്കേഷനിൽ ഇത് സേവ് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് മാസ്റ്റേഴ്സിൽ പോവാം. അവിടെ പ്രൊജക്ട്സ് ഓൾറെഡി ഫിൽ ചെയ്തു. ഡിഫോൾട്സിന് സ്ലാബിന്റെ തിക്നെസ് ത്രൂ ഔട്ട് ഞാൻ 11 സെന്റിമീറ്റർ തിക്നെസ് സ്ലാബ് എടുക്കുന്നത്, അതായത് 1 mm. സൺഷെയ്ഡിന്റെ വിട്ട് എനിക്ക് 60 സെന്റിമീറ്റർ. പെഡസ്റ്റലിന്റെ ഹൈറ്റ് ആക്ച്വലി ഫുട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് വേണ്ടത്. ഈ ഒരു കേസിൽ ഫുട്ടിങ് ഡിസൈൻ കഴിഞ്ഞിട്ടില്ല, തൽക്കാലം ഞാനത് 110 എന്നുള്ള രീതിയിൽ എടുക്കുവാണ്, അസ്യൂം ചെയ്യുകയാണ്. നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾ ഡിസൈൻ ഫുട്ടിങ്ങിന് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം അസ്യൂം ചെയ്യുക. സ്ട്രക്ചർ ഡിസൈനും കൂടി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫുട്ടിങ് ഒന്ന് പ്രിന്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള വാല്യൂസ് വെച്ച് ഫിൽ ചെയ്യുക കേട്ടോ. പിന്നെ ബീമിന്റെ ഡെപ്ത് ബൈ ഡീഫോൾട്ട് എല്ലാം ഞാൻ 40 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ചെറിയൊരു വില്ലക്കൊക്കെ 40 ധാരാളമാണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ 40 നിന്നുള്ളത്. ചില കേസിൽ 30 മതിയാകും. ഇപ്പൊ ഞാൻ എന്തായാലും 40 എടുക്കുവാണ് ഡിസൈൻ ചെയ്യാത്തതുകൊണ്ട്. ഈ PCCയുടെ തിക്നെസ്, ഫ്ലോറിംഗ് PCC എനിക്ക് 10 സെന്റിമീറ്റർ മതി. ത്രെഡ് 30, റൈസ് 15, ലാൻഡിങ്ങിന്റെ വിത്ത് 100. അത് വേണമെങ്കിൽ നമുക്ക് ലാൻഡിങ് വിത്തും ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഈ പ്രൊജക്ട് റെഫർ ചെയ്തെടുക്കുന്ന കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോ 25.4 ആണ് എന്റെ ത്രെഡ്. 25.4. റൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രോയിങ്ങിന്റെ അകത്ത് എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം.
ഞാനത് എളുപ്പത്തിൽ ചെയ്യുന്ന ഇങ്ങനെയാ കേട്ടോ. ഞാൻ കൗണ്ട് ചെയ്യാൻ നിൽക്കാറില്ല. ജസ്റ്റ് ഇതിന്റെ നമ്പർ എടുത്താൽ മതി. നോക്കാം. നമ്പർ ഓഫ് ലൈൻസ് 21 പിന്നെ ഇവിടെ ഓടിയുണ്ട് സ്റ്റെപ്പ്. സോ 22 സ്റ്റെപ്സ് നമുക്ക് വരുന്നത്. 3 മീറ്റർ ഹൈറ്റ് ആണെങ്കിൽ 300 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 22 13.6 അത്രയാണ് നമ്മുടെ റൈസ് വരുന്നത്. കുറച്ച് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രൊജക്റ്റിന് ഹൈറ്റ് അതിലും കൂടുതലുണ്ട്. സോ നമുക്കൊരു 330 ഹൈറ്റ് എടുക്കാം. അതിന് നല്ല നമുക്ക് എളുപ്പ വഴി 22 into 15 റൈസ് 330 ഹൈറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ റൈസ് 50 ലാൻഡിങ് വിത്ത്. ഇവിടെ എനിക്ക് ലാൻഡിങ് ഇല്ലാത്ത കേസാണ് കണ്ടോ. ലാൻഡിങ് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്ക സ്റ്റെപ്പായിട്ട്. പക്ഷെ ഒരു വ്യത്യാസം വെച്ചാൽ സാധാ സ്റ്റെപ്പിന് വീതിയുണ്ട്. അപ്പൊ ഞാൻ ചെയ്യാന്ന് വെച്ചാല് ഇതൊരു ലാൻഡിങ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. വോളിയം വിൽ ബി ഈക്വലന്റ് ടു ദാറ്റ് ഓഫ് എ ലാൻഡിങ്. അങ്ങനെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ലാൻഡിങ് ആയിട്ട് എടുത്തിട്ട് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ പകരം ലാൻഡിങ് എന്നുള്ള രീതിയിൽ എടുക്കും. അപ്പൊ ഇവിടെ 4 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ 4 സ്റ്റെപ്പ് കുറച്ചിട്ട് അത് ലാൻഡിങ്ങിൽ എടുക്കാം. അല്ലെങ്കിൽ 4 സ്റ്റെപ്പ് എക്സ്ട്രാ കൺസിഡർ ചെയ്തിട്ട് ഇതിൽ ലാൻഡിങ്ങിന്റെ എടുക്കാം. 2 സ്റ്റെപ്പിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ലാൻഡിങ്ങിന് ക്വാണ്ടിറ്റി കയറ്റുക. അങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റ് ടാലി ചെയ്തെടുക്കാം. അത് അപ്രോക്സിമേറ്റ്ലി അതിന് ഈക്വൽ ആയിക്കോളും വോളിയം. എക്സാക്ട് അല്ല, അപ്രോക്സിമേറ്റ് ആയിട്ട് കിട്ടും. എക്സാക്ട് ആണ് നിങ്ങൾക്ക് ഈക്വലന്റ് ആയിട്ട് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തെടുക്കേണ്ടി വരും. തൽക്കാലം ഞാൻ 2 സ്റ്റെപ്പ് കുറച്ച് അസ്യൂം ചെയ്തിട്ട് ലാൻഡിങ് ഉള്ള രീതിയിൽ എടുക്കാമെന്ന് വിചാരിക്കുവാണ്. ഓക്കെ, അപ്പൊ ലാൻഡിങ്ങിന്റെ വിത്ത് അത് ഈ സെയിം വിത്ത് തന്നെ എടുക്കാം. ഇപ്പൊ എത്രയുണ്ട്? 99 ഉണ്ട്. അപ്പൊ 100 എടുക്കാം. 100. സ്റ്റെയർ കേസിന്റെ വിത്ത് ചെക്ക് ചെയ്യുക. അതിന് ഇതിനകത്ത് ഒരു സ്റ്റെപ്പിന്റെ ലെങ്ത് നോക്കിയാൽ മതി 99. അപ്പൊ അതും 100 എടുക്കാം. നമ്പർ ഓഫ് സ്റ്റെപ്സ് 22 എന്നുള്ളത് ഞാൻ തൽക്കാലം 21 എന്ന് എടുക്കുന്നുള്ളൂ. ഒരെണ്ണത്തിന് പകരം ലാൻഡിങ്ങിന്റെ ക്വാണ്ടിറ്റി കയറുന്നു. ഒന്നല്ല, 2 എണ്ണത്തിന് പകരം ലാൻഡിങ്ങിന്റെ ക്വാണ്ടിറ്റി കയറുന്നു എന്ന രീതിയിൽ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് 4 സ്റ്റെപ്പ് ഒഴിവാക്കി നേരെ ലാൻഡിങ് എന്നുള്ള രീതിയിൽ അങ്ങനെ എടുക്കാം. പക്ഷെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 22 സ്റ്റെപ്പ് വരും. അപ്പൊ അവിടെ ഇത്തിരി മിസ്മാച്ച് വരും. തൽക്കാലം 2 സ്റ്റെപ്പ് കുറയ്ക്കാം. ഓക്കെ, ഇനി പാരപ്പറ്റിന്റെ ഹൈറ്റ് 90 സെന്റിമീറ്റർ എങ്കിലും മിനിമം നമ്മൾ കൊടുക്കുക. പാരപ്പറ്റിന്റെ തിക്നെസ് 10 സെന്റിമീറ്റർ തിക്ക് വോൾ മതി. ഇന്റലിന്റെ ഡെപ്ത് ഡീഫോൾട്ട് 15 യൂസ് ചെയ്യുന്ന തിക്നെസ്. എന്റെ വോൾ തിക്നെസ് ഇത് ഞാനിപ്പോ ഫീറ്റിൽ വരച്ചേക്കുന്ന ഡ്രോയിങ് ആയതുകൊണ്ട് വോൾ തിക്നെസ് 22.86 ആണ്. നമ്പർ ഓഫ് റെസിഡൻസ് 5 ആണ്. സോപ്പിറ്റ് എനിക്ക് വേണ്ട. അപ്പൊ അതുകൊണ്ട് സോപ്പിറ്റിന്റെ വിത്തും കാര്യങ്ങളൊക്കെ എനിക്ക് വേണമെങ്കിൽ 0 ആക്കി കൊടുക്കാം. പിന്നെ വരുന്നത് പ്ലോട്ട് ഏരിയ. ഇതൊക്കെ നമുക്ക് പ്ലോട്ട് ഏരിയ നമ്മൾ ആക്ച്വലി അതിന്റെ ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന. അതിപ്പോ കൊടുത്തില്ലേലും കുഴപ്പമില്ല. ക്ലിയർ സ്പാൻ ഓഫ് സ്റ്റെയർ, അത് സ്റ്റെയർ കേസിന് ഷട്ടറിങ് എടുക്കാൻ വേണ്ടി ആഡ് ചെയ്തേക്കുന്ന ക്വാണ്ടിറ്റിയാ. ക്ലിയർ സ്പാൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ വരെയുള്ള ലെങ്ത് എത്രയാ? ലാൻഡിങ് ഒഴിവാക്കിയിട്ടുള്ള ലെങ്ത് 223 224 എടുക്കാം. അത് നമുക്ക് എത്ര മീറ്റേഴ്സിലാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോ 2.24. നമ്പർ ഓഫ് പൈനില്ല, അതുകൊണ്ട് നമുക്ക് എന്റെ വാല്യൂസ് 0 ഇടാം. ഓക്കെ, പുതിയൊരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ മാത്രം ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് വാല്യൂ കൊടുത്ത് സേവ് കൊടുത്താൽ മതി. അല്ലാത്ത കേസ് നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് സേവ് ആകും. എന്നിട്ട് നേരെ ക്ലോസ് ചെയ്യാം. എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇത് ഓട്ടോമാറ്റിക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റോറീസ്. സ്റ്റോറീസിൽ ഫയൽ എനിക്കില്ല, ഞാൻ അത് ഡിലീറ്റ് ചെയ്യുവാണ്. ഇനി എനിക്ക് ഫൗണ്ടേഷൻ ഉണ്ട്. ഫൗണ്ടേഷന് സ്റ്റോറി ഹൈറ്റ് എന്ന് പറയുമ്പോൾ പ്ലിന്ത് ബീമിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പ്ലിന്ത് വരേക്കുള്ള ഹൈറ്റ്. ചില ബിൽഡിങ്ങിൽ അത് 1 മീറ്റർ കൊടുക്കാറുണ്ട്. ഇപ്പൊ വെള്ളപ്പൊക്കമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ അത് എത്രയാണോ അത്ര കൊടുക്കുക. ഞാൻ തൽക്കാലം പ്ലിന്ത് ബീമിന്റെ ഹൈറ്റ് അസ്യൂം ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ആ 40 കൊടുത്തേക്കണേ. സാധാ കേസ് ചിലപ്പോ പ്ലിന്ത് ബീം കഴിഞ്ഞിട്ട് ഒരു അടുത്ത 1 മീറ്ററിലേക്ക് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 40 കഴിഞ്ഞ് ബാക്കിയുള്ള 60 ഹൈറ്റിൽ ഒരു 10 തിക് ബെൽറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് ബാക്കി 50 സെന്റിമീറ്റർ നമ്മൾ ബ്രിക്ക് മേസണറി ആയിരിക്കും. അപ്പൊ അടിയിൽ ബീം, ബ്രിക്ക് മേസണറി, അതിന്റെ മേലൊരു RCC ബെൽറ്റ്, അങ്ങനെ കൊടുത്തിട്ട് ഹൈറ്റ് വെക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബ്രിക്ക് വാളിന്റെ ഹൈറ്റ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ എനിക്ക് ബ്രിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ ഹൈറ്റ് 0. ആ 0 ആകാൻ വേണ്ടിയിട്ടാണ് ഈ വാല്യൂ ഇട്ടേക്കുന്നത്. ഇത് ആക്ച്വലി
നമ്മൾ 0.0001 എന്ന് ഇട്ടതിനാണ് ആ e⁵ വന്നത് കണ്ടോ. അതായത് സീറോന് അടുത്തൊരു വാല്യൂ, സീറോ ഇടാൻ പറ്റാത്തത് കൊണ്ട്. ലേബർ ഇൻക്രിമെന്റ്, അതായത് ഇപ്പോ മണ്ണില് അല്ലെങ്കിൽ മണ്ണിന് താഴെ ഇത്ര ഒരു ഹൈറ്റ് വരേക്ക് നമുക്ക് ലേബർ ചാർജ് സാധാ ആയിരിക്കും. അതിനും താഴെ പോകുമ്പോൾ ഡെപ്തിലേക്ക് മെറ്റീരിയൽസ് ഇറക്കാനും കയറ്റുന്നൊരു ചുമട്ടുകൂലി വരും. സെയിം വേ ഒരു ഫ്ലോർ കഴിയുമ്പോൾ മേലിലേക്കുള്ളത് ചുമന്ന് കയറ്റണം മെറ്റീരിയൽ, ബ്രിക്ക് ആയാലും RCC ആയാലും ഒക്കെ. ഇപ്പൊ കോൺക്രീറ്റ് ഒക്കെ പമ്പ് ചെയ്യുന്ന കേസിലായതുകൊണ്ട് പിന്നെ ആ കുഴപ്പമില്ല. അല്ലാത്ത കേസിൽ ഇപ്പൊ കൈ കൂട്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ചുമട്ടുകൂലി വരും മെറ്റീരിയൽസ് കയറ്റാനുള്ള. അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി 5% നമ്മൾ ഇടാറുണ്ട് ഇൻക്രിമെന്റ്. അങ്ങനെ ഇല്ലെങ്കിൽ 0 കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ നേരത്തെ എടുത്ത ഹൈറ്റ് 330 ആണ്. ബ്രിക്ക് ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ബീമിന്റെ ഡെപ്ത് കുറയ്ക്കുക, 290. 40 ആയിരുന്നു ഞാൻ എടുത്തേക്കുന്നത്. ലേബർ ഇൻക്രിമെന്റ് ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് തൽക്കാലം 0 തന്നെ. ഇനി നിങ്ങൾക്ക് അടുത്ത ഫ്ലോർ ഉണ്ടായിരുന്നെങ്കിൽ, ഹെഡ് റൂം അല്ല ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ഫ്ലോറിന്റെ പേര് ഇവിടെ മാറ്റി എഴുതിയിട്ട് അത് സേവ് ചെയ്യുക. നേരെ ഹെഡ് റൂം സേവ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ഫ്ലോർ ആയിട്ട് ഒരിക്കലും ആഡ് ചെയ്യരുത്. റിപ്പോർട്ട് നിങ്ങൾ എടുക്കുമ്പോൾ അത് മിക്സ്ഡ് അപ്പ് ആവും. അതിന് പകരം അങ്ങനെ ചെയ്യാം. ഇപ്പൊ എനിക്ക് അങ്ങനെ ഫ്ലോർ ഇല്ലാത്തത് കൊണ്ട് ഹെഡ് റൂം ആണ് നേരെ വരാം. ഹെഡ് റൂമിന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാല് വാതിലിന്റെ ഹൈറ്റ്, അതായത് 210 ഹൈറ്റ് പ്ലസ് 40 സെന്റിമീറ്റർ ബീമിന്റെ ഡെപ്ത്, ലിൻഡല് കൊടുക്കുന്നില്ല എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഇനി 250 മാത്രം ഹൈറ്റ് മതി. ഇവിടെ ലേബർ ഇൻക്രിമെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതൊരു ഹെഡ് റൂം ആണ്, അതൊരു ചെറിയ മുറിയുള്ളൂ, ഒത്തിരി മെറ്റീരിയൽ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ലേബർ ഇൻക്രിമെന്റ് തൽക്കാലം ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. നേരെ സേവ് ചെയ്ത് കൊടുക്കുക, ചെയ്യാം. എപ്പോഴും അത് 0 ആവണമെന്നില്ല. ലേബർ ഇൻക്രിമെന്റ് നിങ്ങൾക്ക് ഓരോ ഫ്ലോർ കൂടുന്നതനുസരിച്ച് കൂട്ടി വെക്കാം. എന്നാലാണ് കോൺട്രാക്ടറിന് ഒരു പ്രോഫിറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടാവും. ഇനി നെക്സ്റ്റ് വരുന്നത് ജോയിനറി. ഇതിലുള്ള ഡാറ്റ ഞാൻ ഡിലീറ്റ് ചെയ്യുക, ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നുണ്ട്. ആൻഡ് സ്കാൻ ഷെഡ്യൂൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഓട്ടോക്യാഡിൽ വരിക. എന്നിട്ട് നിങ്ങൾ ഈ ടേബിൾ വെറുതെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ മതി. ഈ ടേബിളിനകത്ത് നിങ്ങൾക്ക് കാണാം ഇത് ടേബിൾ ടൂൾ വെച്ച് ചെയ്തേക്കുക, അല്ലാണ്ട് വെറുതെ വരച്ചിട്ട് അതിനകത്ത് ഡാറ്റ എൻ്റർ ചെയ്തേക്കുന്നതല്ല. അങ്ങനെ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് നമുക്ക് എസ്റ്റമാക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ടേബിൾ ടൂൾ തന്നെ യൂസ് ചെയ്യണം. ഇവിടെ ഓൾറെഡി വന്നു. ഇതിന് ടൈപ്പ് മാറ്റാണ് ഡോറ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡീന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വെന്റിലേറ്റർ ഇല്ലാത്ത കേസാ, കാരണം വെന്റിലേറ്റർ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ക്വാണ്ടിറ്റി കയറത്തില്ല. ഇങ്ങനെ നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ സ്കാൻ കഴിയുമ്പോൾ ക്വാണ്ടിറ്റിയിൽ എല്ലാം വിൻഡോ ആയിട്ടേ കിടക്കത്തുള്ളൂ. ഡോർ ആയിട്ട് ഇത് റെക്കഗ്നൈസ് ചെയ്യില്ല. സോഫ്റ്റ്വെയർ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജോയിനറി ടൈപ്പ് കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കണം. ഇനി ലെങ്ത്തും ഹൈറ്റും നമുക്ക് മാറ്റേണ്ട, ഓൾറെഡി ഡ്രോയിങ് കിടപ്പുണ്ട്. ലിൻഡലിന്റെ ഡെപ്ത് ഞാൻ ഇപ്പൊ വേരിങ് ആയിട്ടാണ് വെക്കുന്നെങ്കിൽ, അതായത് ഇപ്പൊ ഒത്തിരി വലിയ ജനലൊക്കെ ആണെങ്കിൽ അത് ലിൻഡൽ ഡെപ്ത് നമുക്ക് അത്യാവശ്യം കൂടുതൽ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഒരു 15 to 20 സെന്റിമീറ്റർ ഒക്കെ സാധാരണ ലിൻഡൽ വരാറുള്ളൂ. ആ ഒരു കേസ് നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ലിൻഡൽ ത്രൂ ഔട്ട് ബിൽഡിങ്ങിൽ കൊടുക്കുന്ന കേസും ഉണ്ടാവാറുണ്ട്. ലിൻഡൽ ഡോറിന്റെ അല്ലെങ്കിൽ ജോയിന്ററിന്റെ മേലിൽ മാത്രം കൊടുക്കാറുള്ള കേസും ഉണ്ട്. അപ്പോ പണ്ടൊക്കെ ആണെങ്കിൽ ലോഡ് ബെയറിംഗ് വോളാണ്, ബീംസ് ഫ്രെയിം ഒന്നും ഇല്ലാത്ത കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലിൻഡൽ ത്രൂ ഔട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോ അത് കൊടുക്കാറില്ല. ഒരു 3 മീറ്റർ ഹൈറ്റ് വരേക്കും നമുക്ക് ബ്രിക്ക് വോള് വിത്തൗട്ട് ലിൻഡൽ കൊടുക്കാം എന്നാണ് കോഡ് പറയുന്നത്. അതും ലെങ്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ബ്രിക്ക് മേസണറിയുടെ ഇന്ത്യൻ കോഡ് ഉണ്ട്, IS കോഡ് ഉണ്ട്. അത് നോക്കിയാൽ അറിയാം എത്ര ലെങ്ത് വരേക്കാണ് നമുക്ക് വിത്തൗട്ട് ലിൻഡലും ഇന്റർമീഡിയറ്റ് കോളംസും കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റാമെന്ന് മനസ്സിലാവും. അപ്രോക്സിമേറ്റ്ലി നോർമൽ ശരിയാണെങ്കിൽ ഒരു 3-4 മീറ്റർ വരേക്ക് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം ഹൈറ്റ്. ലെങ്ത് ഞാൻ അതങ്ങനെ കാണപ്പടം പറയുന്നില്ല, കാരണം ഹൈറ്റ് ടു ലെങ്ത് ഒരു റേഷ്യോ ആൻഡ് ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് നോക്കിയിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. ഇതിപ്പോ ഫ്രെയിംഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് എന്തായാലും ഒരു 3 മീറ്റർ ഗ്യാപ്പിൽ കോളംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ലിൻഡല് ഒള്ളി ഓവർ ജോയിൻട്രീസ് എന്നുള്ള കേസാണ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ലിൻഡലിന്റെ ഡെപ്ത് വേരിങ് ആണെങ്കിൽ ഓരോന്നിനും നിങ്ങൾക്ക് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാം. വേരിങ് അല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്ത് വെക്കുവാണ്. എന്നിട്ട് സേവ് കൊടുക്കുക, ക്ലോസ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. ഇനി അടുത്ത പോർഷൻ എന്ന് വെച്ചാൽ റേറ്റ് അനാലിസിസ് ആണ്. ഇത് തൽക്കാലം ഞാൻ മാറ്റുന്നില്ല. ഇനി വരുന്നത് എൻട്രീസ്.
എൻട്രീസിനകത്ത് ആദ്യം സ്ലാബ് സെലക്ട് ചെയ്യുക. ആദ്യമേ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലാബിന്റെ ക്വാണ്ടിറ്റി എടുക്കാനാണ്. സ്ലാബിന്റെ ഏരിയ യെസ് ആക്കി വെക്കാം. പ്രൊജക്ഷൻ കൊടുക്കുന്നുണ്ടോ? ഞാൻ ഒരു 15 സെന്റിമീറ്റർ പ്രൊജക്ഷൻ കൊടുക്കുന്നുണ്ട്. സ്ലാബിന്റെ ഡെപ്ത് തൽക്കാലം യൂണിഫോം ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കി തന്നെ കാണാം. ചെറിയ ചെറിയ സ്ലാബ് ആയി കൂടി ലിവിംഗ് റൂമിൽ മാത്രമേ ഇത് വലുപ്പമുള്ളൂ. എത്ര സൈസ് ഉണ്ടെന്ന് നോക്കാം. 5 മീറ്റർ ഉണ്ട്. ഇവിടെ മാത്രം ഇത്തിരി നമുക്ക് ഡെപ്ത് കൂടുതൽ വരും. 5ഉം 4.3. ഇവിടെ ഒരു 13 സെന്റിമീറ്റർ ഡെപ്ത് വേണ്ടി വരും. ബാക്കി എല്ലാത്തിനും നമുക്ക് 11 സെന്റിമീറ്റർ നിന്നോളും. അപ്പൊ അത് മാത്രം എങ്ങനെ ക്വാണ്ടിറ്റി എടുക്കാം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാത്തിനും ഒരു അപ്രോക്സിമേറ്റ് ആവറേജ് ഒരു 11 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. സ്ലോപ്പ് റൂഫ് അല്ല, സോ നോ. അതിന് പ്രൊജക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. റിഡക്ഷൻ ഏരിയ നോ ആണ് ആദ്യം വെക്കേണ്ടത്. ഞാൻ ഓൾറെഡി ഒരു പോൾ ലൈൻ അവിടെ വരച്ചിട്ടുണ്ട്. സോ ഇത് യെസ് ആണ്. ഔട്ടർ ബ്രിക്ക്, അതായത് ഔട്ട്സൈഡ് ബ്രിക്ക് വാള് അതല്ലെങ്കിൽ ബൗണ്ടറി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് യെസ് കൊടുത്താലാണ് ഇൻസൈഡ് ഔട്ട്സൈഡ് വാൾ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ ഐഡന്റിഫൈ ചെയ്യത്തുള്ളൂ. ഈ സൺഷെയ്ഡ് ഞാൻ ത്രൂ ഔട്ട് ആണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഓരോ വിൻഡോയുടെ മേലിലാണോ കൊടുക്കേണ്ടത് നോക്കുക. എനിക്ക് ഇവിടെ ഔട്ട്സൈഡ് വിൻഡോസ് ഒന്നുമില്ല, എല്ലാം ഉള്ളിലോട്ടായിരിക്കുന്നത്. സോ ഞാൻ ഇതിന് ത്രൂ ഔട്ട് വേണമെങ്കിൽ സൺഷെയ്ഡ് കൊടുക്കാം, അല്ലെങ്കിൽ സൺഷെയ്ഡ് കൊടുക്കാണ്ടും ചെയ്യാം. തൽക്കാലം ഞാൻ സൺഷെയ്ഡ് ത്രൂ ഔട്ട് ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി പിക് സ്ലാബ് എടുക്കുക. നേരെ ഓട്ടോക്യാഡിൽ വരാം. നിങ്ങളുടെ സ്ലാബിന്റെ ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇത് കണ്ടോ, ഇവിടെ ഒരു റെഡ് ലൈൻ വരും, ഒരു ഡാർക്ക് കളർ ലൈൻ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സ്ലാബിന്റെ പ്രൊജക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ സ്ലാബിന് വരച്ചു കൊടുത്ത ലൈനിന്റെ ലെയർ നെയിം മാറിയിട്ട് SRC ടെമ്പ് എന്ന് മാറും സ്കാൻ കഴിയുമ്പോൾ. പിന്നെ സൺഷെയ്ഡിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഒരു സെറ്റ് ലൈനും കൂടി ഇവിടെ പുറത്ത് വന്നിട്ടുണ്ട്. ഇത് ത്രൂ ഔട്ട് സൺഷെയ്ഡ് നിങ്ങൾ കൊടുക്കുന്ന കേസിൽ, അങ്ങനെ ഒരു സൺഷെയ്ഡ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തൽക്കാലം ഇപ്പൊ അത് ഡിലീറ്റ് ചെയ്യുക. ത്രൂ ഔട്ട് ഞാൻ സൺഷെയ്ഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എനിക്ക് ഇതിനകത്ത് സ്റ്റെയർ കേസ് വരുന്ന അവിടെ അല്ലെങ്കിൽ കട്ട് ഔട്ട്സ് ഉള്ളിടത്ത് കട്ട് ഔട്ട് കൊടുക്കണം. അതിനപ്പോ ഈ സൺഷെയ്ഡ് എന്നുള്ളത് നോ ആക്കുക. ഡക്ഷൻ ഏരിയ യെസ് ആക്കി വെക്കുക. ഇനി ഔട്ട്സൈഡ് ബ്രിക്ക് എന്നുള്ളത് ഒരു ക്വാണ്ടിറ്റി അല്ല, നമുക്കത് ഇൻസൈഡിലുള്ള കട്ട് ഔട്ട്സ് കാണിക്കാൻ വേണ്ടി. അപ്പൊ ബ്രിക്കിന്റെ ക്വാണ്ടിറ്റി അവിടെ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നോ ആക്കി വെക്കുക. എന്നിട്ട് പിക് സ്ലാബ് എടുക്കുക. നേരെ ഓട്ടോക്യാഡിൽ വരാം. എന്നിട്ട് ഇപ്പൊ സ്റ്റെയർ കേസിന് ചുറ്റും ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, എൻ്റർ കൊടുക്കുക. വേറെ എവിടെയെങ്കിലും കട്ട് ഔട്ട് ഉണ്ടെങ്കിൽ അത് അടുത്ത സ്റ്റെപ്പിൽ പോയിട്ട് സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പൊ എനിക്ക് സൺഷെയ്ഡ് ഒന്ന് ഡിലീറ്റ് ചെയ്യണം, കളയുവാണ്. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക് അത് കൊടുക്കോളും. ഓക്കെ, ബ്രിക്ക് വർക്ക് ഡിഡക്ഷൻ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് ഡിഡക്ഷൻ കഴിഞ്ഞു, സ്ലാബ് കഴിഞ്ഞു. ഇനി നേരെ ഇതെല്ലാം നോ ആക്കി വെക്കാം. ഇനി സൺഷെയ്ഡ് എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യണമെന്നെങ്കിൽ സ്ലാബ് എല്ലാം നോ ആക്കി വെച്ചിട്ട് സൺഷെയ്ഡ് യെസ് ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സൺഷെയ്ഡിന്റെ ഡെപ്ത് ഫില്ല് ചെയ്യുക, അതുപോലെ തിക്നെസ്, സപ്പോർട്ടിന്റെ വിഡ്ത്ത്, അതുപോലെ തന്നെ സൺഷെയ്ഡിന്റെ വിഡ്ത്ത്. നേരത്തെ ഡിഫോൾട്ട്സിൽ എൻ്റർ ചെയ്ത് കൊടുത്തു, ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഇവിടെ എടുക്കുമ്പോൾ സൺഷെയ്ഡിന്റെ വോളിയം മാത്രമേ കയറത്തുള്ളൂ. അതിന്റെ പ്ലാസ്റ്ററിങ് അങ്ങനത്തെ ക്വാണ്ടിറ്റീസ് ഒക്കെ കയറാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഡിഫോൾട്ട്സിൽ എൻ്റർ ചെയ്ത് കൊടുത്തേ. ഈ പിക് സ്ലാബ് ഓപ്ഷൻ എടുക്കുക, ഓട്ടോക്യാഡിൽ വരിക, എൻ്റെ പിക്ക് ചെയ്യാം. ഇവിടെ പിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് മാത്രമേ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു വിൻഡോയിന് ചുറ്റും പിക്ക് ചെയ്യാം. പിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് അകത്തോട്ടായിരിക്കും ക്രിയേറ്റ് ആയി വരാം. കണ്ടോ, ഇപ്പൊ അകത്തേക്ക് വന്നു. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരുന്നു, അല്ല റൈറ്റ് ടു ലെഫ്റ്റ് ആയിരുന്നു പിടിക്കേണ്ടിരുന്നത്. അതിന് പകരം ഇവിടെ ആ ക്വാണ്ടിറ്റി ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും പിക് സ്ലാബ് ഓപ്ഷൻ എടുക്കുക, ഓട്ടോക്യാഡിൽ വരാം. കണ്ടോ, പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ വീണ്ടും അകത്തേക്ക് ഇരിക്കും സൺഷെയ്ഡ്. സെയിം വേ ഇനി അടുത്ത ഇതിനും കൂടി ഞാൻ പിക്ക് ചെയ്യാൻ പോവാണ്.
ഞാൻ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് പിടിച്ചിരുന്നെങ്കിൽ അകത്തേക്ക് സൺഷെയ്ഡ് പ്രൊജക്ട് ചെയ്ത് വരും. സോ ക്ലോക്ക് ഓടുന്ന രീതിയിലാണ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കിപ്പോ സൺഷെയ്ഡ് ആയി, ഡിഡക്ഷൻസ് ആയി, എല്ലാ ക്വാണ്ടിറ്റി ആയി. സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യാം, റിഫ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്വാണ്ടിറ്റീസ് മാറുന്ന കാണാം. അയ്യോ, ഞാനൊരു അബദ്ധം കാണിച്ചു. ഫൗണ്ടേഷന്റെ അകത്താണ് ഞാൻ ഇത് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ചെയ്യേണ്ടത്, പക്ഷെ ഫൗണ്ടേഷൻ്റെ അതുകൊണ്ട് ചെയ്തു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഞാൻ ചെയ്ത് കാണിച്ചത്. സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ആ ഡാറ്റ റിമൂവ് ചെയ്യാൻ ഇതാണ് ഏറ്റവും എളുപ്പ വഴി കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ പോവുക, ഫ്രഷ് ചെയ്യുക, സ്ലാബ്. ഞാനിപ്പോ തൽക്കാലം ത്രൂ ഔട്ട് സൺഷെയ്ഡ് വേണ്ട, അല്ലാണ്ട് നമുക്ക് നോക്കാം. സ്ലാബ് ഏരിയ യെസ്, സെക്ഷൻ അല്ല, ഓൺലൈൻ ഔട്ട് ഓഫ് ബ്രിക്ക്, സ്ലാബ് പ്രൊജക്ഷൻ 15. നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂസ് ഡീഫോൾട്ട് ഇവിടെ കയറിക്കോളും. ബിഗ് സ്ലാബ് കൊടുക്കുക. SRC ടെമ്പ് എന്നുള്ള ലെയറിൽ നമുക്ക് സ്ലാബിൻ്റെ അത് കിടപ്പുണ്ടാവും. കേട്ടോ, ഓക്കെ. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് പ്രൊജക്ഷനും ഇനി ഡിഡക്ഷനാ കൊടുക്കണ്ടേ. സോ യെസ്, ഔട്ടർ ബ്രിക്ക് നോ, ബിഗ് സ്ലാബ് ഇത് വരാം. സ്റ്റെയർ കേസിന്റെ അവിടെയുള്ള പോർഷനിൽ സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇനി എനിക്ക് സൺഷെയ്ഡ് വേണ്ടേ. സൺഷെയ്ഡും സ്ലാബായിട്ട് പിക്ക് ചെയ്യാം. ഓൾറെഡി അവിടെ സൺഷെയ്ഡ് വരച്ച് കിടപ്പുണ്ടെങ്കിൽ സ്ലാബ് മെത്തേഡ് തന്നെ ചെയ്യാം. അതിനിത് നോ ആക്കി വെക്കുക. ഔട്ടർ ബ്രിക്കും അത് നോ ആയിട്ടിരുന്നാൽ മതി. പോൾ ലൈൻ യെസ് കിടക്കുക. എന്ത് പിക് സ്ലാബ് എടുത്ത് ഇപ്പൊ ഞാൻ നേരത്തെ വരച്ച സൺഷെയ്ഡ് ഇല്ലേ, ഇത് സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇവിടെ സ്കാൻ ടാബിൽ അത് കയറിയതിന് ശേഷം റിമൂവ് ആയിരുന്നു. ഇവിടെ ഒരു ഡാറ്റ ഉണ്ടായിരുന്നത് പ്രോപ്പർട്ടീസ്. ഇതിനകത്ത് ഒരു റിമൂവ് ആയി. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ടൈപ്പ് റിമൂവ് ആയി പോയതാ. അതിനകത്ത് ഇപ്പൊ ഞാൻ സ്കാൻ ചെയ്ത ഇതിൽ പ്രൊജക്ഷൻ കയറി വന്നിട്ടുണ്ട്. പ്രൊജക്ഷൻ എനിക്ക് വേണ്ട, ജസ്റ്റ് സൺഷെയ്ഡാ, അങ്ങനെ ഡിലീറ്റ് ചെയ്യുക. ഇവിടെ ഓട്ടോകാഡിൽ അത് പോകത്തില്ല കേട്ടോ, അത് നമ്മൾ മാനുവലി കളയേണ്ടി വരും. എസ്റ്റിമാക്സ് ഡിലീറ്റ് ചെയ്യുന്ന ഒന്നും ഓട്ടോകാഡിന് പോകത്തില്ല. ഇനി സ്ലാബ് ടൈപ്പ് 2 എന്നാ കിടക്കുന്നത്. ഇതിന് ഞാൻ എനിക്ക് സ്ലാബിൽ നിന്ന് സൺഷെയ്ഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റി സേവ് ചെയ്താൽ മതി. എറർ അടിക്കുന്നത് പേടിക്കണ്ട, നമ്മളിത് മാനുവലി എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എററാണ്. ഓക്കെ, ഇനി അടുത്ത പിക് സ്ലാബ് ഓപ്ഷൻ എടുക്കുക. അതിന് മുന്നേ ഞാൻ ഈ പ്രൊജക്ഷൻ അങ്ങ് 0 ആക്കി വെക്കട്ടെ കേട്ടോ. പിക് സ്ലാബ് ഓട്ടോകാഡിൽ വരാം. ഈ ഒരു സൺഷെയ്ഡും കൂടി ഞാൻ സെലക്ട് ചെയ്യുമോ, എൻ്റർ. ഇത് മാറ്റിയിട്ട് സൺഷെയ്ഡ് ആക്കുക. ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് സേവ് ആയിക്കോളും. ഓക്കെ, ഇതിന് പേര് മാറ്റണം. 3 ക്ലോസ്. റിഫ്രഷ് ചെയ്യുക. സ്ലാബിന്റെ ക്വാണ്ടിറ്റി കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് കൊടുക്കാം. F5 കീ ഞെക്കാം, അല്ലെങ്കിൽ ഫയൽസിൽ പോയിട്ട് റിഫ്രഷ് ഐക്കൺ കൊടുക്കാം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഏത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ സ്ലാബിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഷട്ടറിങ്, സ്ലാബിന്റെ വോളിയം, സൺഷെയ്ഡിന്റെ വോളിയം, അതിന്റെ പ്ലാസ്റ്ററിങ്, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ ഇപ്പൊ കയറിയിട്ടുണ്ടാവും അതിനകത്ത്. ഓക്കെ, പിന്നെ അത് അല്ലാണ്ട് കുറച്ച് ക്വാണ്ടിറ്റീസ് കിടപ്പുണ്ടാവേ, അത് ഡീഫോൾട്ട് ആയിട്ട് കയറുന്നതാ. ഇനി വരുന്നത് ആർക്ക് സ്കാൻ. ആർക്ക് സ്കാനിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്രോപ്പർട്ടീസ് എടുക്കുക. മേളിലത്തെ ഒന്നും മാറ്റണ്ട. ഇവിടെ ബ്രിക്ക് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് നമ്മൾ അവിടെ സ്റ്റോറീസിൽ സെറ്റ് ചെയ്തത് കയറി വരുന്നതാ. ഇനി നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റാം. ഇനി ലിൻഡലിലെ കനം സാധാരണ ത്രൂ ഔട്ട് ലിൻഡലാ കൊടുക്കുന്നെങ്കിൽ അതും കൂടി നമ്മളിവിടെ കുറയ്ക്കണമായിരുന്നു. കുറച്ചിട്ടില്ല, അത് സ്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ബ്രിക്ക് ലെയേഴ്സ്
വാൾ ഈ ഒരു ലെയർ എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ബാക്ക് സ്പേസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഒരെണ്ണം ആഡ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് എൻ്റർ അടിച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി കോളത്തിന്റെ ലെയറിൽ ലിൻഡൽ ഡെപ്ത് എനിക്ക് എല്ലാം 15 സെന്റിമീറ്റർ വേണം. ഡിഫോൾട്ട് വിഡ്ത്ത് 22.8 സംതിങ് ആയിരുന്നു, അത് 23 എടുത്തേക്കുക. പക്ഷെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ഐഡന്റിഫൈ ചെയ്ത് 22 തന്നെ എടുത്തോളൂ. മാക്സിമം വിഡ്ത്ത് 25, അതിൽ കൂടുതൽ ഞാൻ വരച്ചിട്ടില്ല. ഇനി റൗണ്ടിങ് ഓഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിങ് ഓഫിന് ഡെസിമൽ വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത് നമ്മൾ. എന്നിട്ട് ക്ലോസ് ചെയ്യുക, സ്കാൻ കൊടുക്കുക. ഓട്ടോകാഡ് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. ഇത് കണക്റ്റഡ് ആയി, നമ്മൾ ജോയിനറി സ്കാൻ ചെയ്തപ്പോൾ കണക്ട് ആയി. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഇങ്ങനെ പരിപാടി തീരുവാണ്. സ്കാൻ കംപ്ലീറ്റ് ആയി. ഇനി ഇതിനകത്ത് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡീറ്റെയിൽസിന്റെ വിൻഡോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓവർലാപ്പിംഗ് സെൻറ്റർ ലൈൻസ് എന്ന് പറഞ്ഞൊരു കറക്ഷൻ ഉണ്ട്. അതായത് ഏതെങ്കിലും 2 സെൻറ്റർ ലൈൻ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ്വെയർ തന്നെ കണ്ടുപിടിച്ച് അങ്ങ് കളഞ്ഞേക്കും. അടുത്തത് ട്രിം ബ്രിക്ക് ലൈൻസ് ഇൻസൈഡ് കോളത്തിന്റെ അകത്തേക്ക് ബ്രിക്ക് ലൈൻ വരച്ച് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഉണ്ടോ ഇവിടെ കോളത്തിനകത്ത് ബ്രിക്ക് ലൈൻ കയറിയിട്ടുണ്ട്. ഞാൻ അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആ ഒരു കറക്ഷൻ കൊടുക്കുവാണ്. കറക്ഷൻ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നോക്കാം, അത് തന്നെ ഓട്ടോമാറ്റിക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്ത് കളയണ്ട. റീജോയിൻ ബ്രിക്ക് ലൈൻസ്, അതായത് ഏതെങ്കിലും 2 ലൈൻസ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ജംഗ്ഷൻസിന്റെ കറക്ഷൻ, അതായത് ജംഗ്ഷൻസിൽ ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ. ഈ 4 കറക്ഷൻസ് സോഫ്റ്റ്വെയർ തന്നെ ചെയ്തോളും. അത് കഴിയുമ്പോൾ ഓട്ടോകാഡ് ഡ്രോയിങ് എടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ മതിലുണ്ട്, നറുക്കോടി സെൻറ്റർ ലൈൻ വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. എന്തായിരുന്നു കോമ്പൗണ്ട് വാൾ സ്കാൻ ആയതാ. പിന്നെ ഇവിടെയും ഉണ്ടാവും. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് ഒരുവിധം ശരിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രാഫ്റ്റിംഗ് പക്കയാ. ആദ്യത്തേക്ക് കട്ടായി പോയി. ഡോറൊക്കെ സ്കാൻ ആയതിന്റെയാണ് ഒരു ക്രോസ് ചെയ്തിട്ടൊരു ലൈൻ വന്നേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ കയറ്റിയ ഡാറ്റ ശരിയാണോ നോക്കണ്ടേ. അതിന് ഈ സ്ട്രക്ചർ, ഈ സ്കാൻ ആർട്ടിക്സിനകത്ത് 2 ടാബ് ഉണ്ട്, സ്കാനും ഡീറ്റെയിൽസും. ഡീറ്റെയിൽസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മാർക്ക് നമ്പർ ഇൻ സ്കാൻഡ് ഒബ്ജക്ട്സ്, അതായത് നമുക്ക് ഈ ഓരോ ലൈനിന് ഒരു നമ്പർ കൊടുക്കും. കോളത്തിനും ലൈനിനൊക്കെ ഓരോ നമ്പർ കൊടുക്കും. ആ നമ്പർ സ്കാൻ ടാബിൽ നമുക്ക് കാണാനും പറ്റും. കണ്ടോ, ഓരോ നമ്പറിന്റെ അവിടെ നിങ്ങൾ ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്പർ ക്ലിക്ക് ചെയ്താൽ ആ നമ്പറിന്റെ അവിടെ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ ഓപ്പൺ ആവും. വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നിങ്ങൾക്ക് ഔട്ട്സൈഡ് ഉള്ള മതിലും ഇൻസൈഡ് ഉള്ള മതിലൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സ്കാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് 11, ഇത് ഔട്ട്സൈഡ് വോളാ അല്ല ഇൻസൈഡ് വോളാ. നമുക്ക് ഔട്ട്സൈഡ് വോൾ എത്ര ഉണ്ട്? 2, 5, 17, 28, 22, 27, 26, 19, പിന്നെ 13, 9, 8, 6. കുറച്ച് സെറ്റ് വോളുകൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടാബ് വലുതാക്കുക. ഈ ഔട്ട്സൈഡിന്റെ അവിടെ നടുക്ക് ക്ലിക്ക് ചെയ്ത സോർട്ട് ആയി പോകും. അതിന് പകരം ഈ ആരോന്റെ അവിടെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഔട്ട്സൈഡ് ട്രൂ ആയിട്ട് വെച്ചിട്ട് ബാക്കി എല്ലാം ടിക്ക് ചെയ്ത് അപ്ലൈ കൊടുക്കുക. നടുക്ക് പിടിച്ച് ക്ലിക്ക് ചെയ്യരുത്. നടുക്ക് പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും സോർട്ട് ആവും. പിന്നെ ഡാറ്റ നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാം. 0 ആയിട്ടൊരു ലെയർ വന്നിട്ടുണ്ട്, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, 2, 19, 2, 19, 13, 9, 8, 17, 6, 7, 5, ഇതാണ് 5, 28, 27, 26. എല്ലാ ഔട്ട്സൈഡ് വോളും ക്വാണ്ടിറ്റി കയറിയിട്ടുണ്ട്, ഒന്നും തെറ്റിയിട്ടില്ല. നിങ്ങൾ സ്ലാബ് കറക്റ്റ് ആയിട്ടാണ് വരച്ചേക്കുന്നത്, പിക്ക് ചെയ്തേക്കുന്നത്. ആ ഔട്ട്സൈഡ് ബ്രിക്ക് വോൾ ഔട്ട്സൈഡ് ബ്രിക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് യെസ് കൊടുത്തിട്ടാണ് നിങ്ങൾ സ്കാൻ ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് ഔട്ടർ വോള്
സെലക്ട് ആയിക്കോളും. അതിന്റെ ക്വാണ്ടിറ്റി കറക്റ്റ് ആയിട്ട് കയറിക്കോളും. ഇനി നമുക്ക് ഇതിനകത്ത് അല്ലാത്ത എല്ലാ വാല്യൂസും നമുക്ക് ഇൻസൈഡ് വോൾ ആണ്, ഓട്ടോമാറ്റിക് ഇൻസൈഡ് വോൾ ആണ്. അത് 0 ആയിട്ട് എന്തെങ്കിലും ക്വാണ്ടിറ്റി കിടപ്പുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഈ ലെങ്ത്തുകളെല്ലാം അങ്ങ് സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. ഇത് മാത്രം അപ്ലൈ കൊടുക്കുക. അങ്ങ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പൊ ആ ക്വാണ്ടിറ്റി എന്തായാലും കയറത്തില്ല, അങ്ങനെ ഒരു ആംബിഗ്യൂറ്റി കിടക്കത്തില്ല എന്നേ ഉള്ളൂ. ലെങ്ത് സെലക്ട് ഓൾ അപ്ലൈ. സോ ഇത്രയാണ് ലെങ്ത്തിൽ കറക്റ്റ് ചെയ്യാനുള്ളത്. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം 23 എന്ന് വന്നേക്കുന്നത് 22 പോയിന്റ് സംതിങ് വന്ന വോൾ തിക്നെസ് എല്ലാം 23 എന്ന് കയറിയിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം 10. ഇപ്പൊ ചെറിയ കനം കുറഞ്ഞ വോളിനും കനം കറക്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ട് ഇതിനകത്ത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ജോയിനറി ആണ്. ഇതിന്റെ കൂടെ കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് പയ്യെ ഡ്രാഗ് ചെയ്താൽ ചെറുതായിട്ട് കിട്ടും. നമുക്ക് ഈ വിൻഡോയിൽ തന്നെ കാണാം. വിൻഡോ വലുതാക്കിയും പറ്റൂട്ടോ. നമുക്ക് എങ്ങനെ വേണേലും ഈ വിൻഡോ നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. കോളത്തിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾ വെറീഡ് ആവണ്ട, ജസ്റ്റ് നമ്പർ നോക്കിയാൽ മതി, എണ്ണം കറക്റ്റ് കയറിയിട്ടുണ്ടോ എന്ന്. നമുക്ക് ഇവിടെ ഒരു 10 കോളം എണ്ണം കയറിയിട്ടുണ്ട്, അത്രയും ഡ്രോയിങ്ങിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതും നമ്പർ നോക്കുക, അല്ലെങ്കിൽ സെലക്ട് സിമിലർ കൊടുക്കുക, എണ്ണം കിട്ടും. 11 കോളം ഉണ്ട്, ഇവിടെ 11 കയറിയിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റാ, അതിന് ചെക്ക് ചെയ്യണ്ട. നമുക്ക് ഇനി ജോയിനറി ആണ് ചെക്ക് ചെയ്യാനുള്ളത്. താഴത്തേക്ക് വലിക്കുക, ജോയിനറി. ഇതിനകത്തും ഔട്ട്സൈഡ് ഇൻസൈഡ് ആദ്യം എളുപ്പം ചെക്ക് ചെയ്യാം. ഇതിനകത്ത് ആദ്യത്തെ W1 ടോയ്ലറ്റ് ഡോർ അത് ഔട്ട്സൈഡ് അല്ല, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഡോറ് ഇത് ഔട്ട്സൈഡ് ആണ്. അടുത്ത D1 ഇതും ഔട്ട്സൈഡ് ആണ്. MD എന്ന് പറയുന്ന മെയിൻ ഡോറാ, അപ്പൊ അത് ഔട്ട്സൈഡാ. അത്രയും കറക്റ്റാ. ഇനി ഔട്ട്സൈഡ് ഇൻസൈഡ് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് അങ്ങ് അൺടിക്ക് ചെയ്ത് കൊടുത്താൽ ബാക്കിയെല്ലാം ഇൻസൈഡ് ഉള്ള ജോയിനറിയാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കേണ്ട ടൈപ്പ് കറക്റ്റ് കയറിയിട്ടുണ്ടോ. അത് നമ്മൾ എൻട്രി ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ടൈപ്പ് കറക്റ്റാ. ലിൻഡിൽ ഇനി നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഇവിടെയും മാറ്റാം. ഒറ്റയ്ക്ക് ആദ്യമേ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് മാറ്റുക. ഇനി അല്ല നിങ്ങൾ മറന്നുപോയി എങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം. ഹൈറ്റ് മാറ്റണമെങ്കിൽ പിന്നീട് മാറ്റാം. ഇനി അടുത്ത കാര്യം നോക്കണേന്ന് വെച്ചാൽ ബ്രിക്ക് വാളിലെ കനം. എല്ലാ ഡോറിനും വിൻഡോയിലും 23 ബ്രിക്ക് വാൾ അല്ല, അത് ഡീഫോൾട്ട് കയറുന്നതാണ്. നിങ്ങൾക്ക് അത് മാറ്റി കൊടുക്കണമെങ്കിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ ടോയ്ലറ്റ് ഡോർ ഒഴികെ എല്ലാ ഡോറിനും നമുക്ക് എന്താണ് വാൾ തിക്നെസ് നോക്കാം. ഔട്ട്സൈഡ് ഒഴികെയുള്ള എല്ലാ ഡോറുകൾക്കും ഇരിക്കുന്നത് ചെറിയ കനം കുറഞ്ഞ വോളാ, 10 തിക്ക് വോളാ. കണ്ടോ? സോ ഞാൻ ഔട്ട്സൈഡ് എന്നുള്ള ജോയിനറി ഒഴികെ ബാക്കി എല്ലാത്തിനും 10 തിക്ക് വോളാക്കാം. ഇവിടെ വീണ്ടും ഫിൽറ്റർ ഇടുക, ഔട്ട്സൈഡ് ഫോൾസ് അപ്ലൈ കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ കനം 10 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബ്രിക്ക് ഹൈറ്റ്, ഇവിടെയാണ് അടുത്ത ട്രിക്ക്. 290 ഫുൾ ഹൈറ്റ്, അതായത് RCC ഒഴിവാക്കി, അതായത് ബ്രിക്ക് വാൾ ടോട്ടൽ ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റിൽ നിന്ന് ബീമിന്റെ കനം കുറച്ചു, ലിൻഡിലിന്റെ കനം കുറച്ചിട്ടില്ല. ബാക്കി വോൾ ഉള്ളിടത്തൊന്നും അത് കുറയ്ക്കണം എന്നില്ല. പക്ഷെ നമുക്ക് ജോയിനറി വരുന്ന അവിടെ ലിൻഡലിന്റെ കനം കുറയ്ക്കണം. 290 നിന്ന് 50 കുറയ്ക്കണം. 90 50 പോയി കഴിഞ്ഞാൽ 75, 275. ഡൗൺ ആരോ എടുത്തിട്ട് നിങ്ങൾക്ക് എൻട്രി ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്ര ഉള്ളു പരിപാടി. ജോയിനറിയുടെ കറക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സേവ് ചെയ്യുക, അതിനനുസരിച്ച് ഇവിടെ മാറിക്കോളും. വീണ്ടും സേവ് കൊടുക്കുക, വിൻഡോ ക്ലോസ് ചെയ്യുക, റിഫ്രഷ് കൊടുക്കുക. നിങ്ങളുടെ മുക്കാ ഭാഗം ക്വാണ്ടിറ്റീസ് ഇപ്പോൾ ഫില്ലായിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്ട്രക്ചർ സ്കാൻ ഉള്ളൂ. അത് ഞാൻ ഇനി ഇത്ര എലാബറേറ്റ് ആയിട്ട് പറയത്തില്ല, പെട്ടെന്ന് ഇവിടെ നിന്ന് എടുക്കും. ഓക്കെ, അതിൽ പിന്നെ ഇത്രയും സമയം പോകേണ്ട കാര്യവുമില്ല. എല്ലാ ലെയറും ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് എടുത്തിട്ട് വെച്ചാൽ ഒറ്റ സ്കാനിൽ വേഗം കയറിക്കോളും. ഇതിങ്ങനെ ഒരുമിച്ച് സെലക്ട് ചെയ്യുമ്പോഴേ എന്തെങ്കിലും സ്പേസ് കിടപ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ആ സ്പേസ് ബാക്ക് സ്പേസ് വെച്ചില്ലെങ്കിൽ സ്കാൻ ആവത്തില്ല കേട്ടോ. വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ എപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്ന മിസ്റ്റേക്കാ, സ്കാൻ ആവുന്നില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യും. നോക്കി വരുമ്പോൾ അവിടെ സ്പേസ് കിടപ്പുണ്ടാവും, അതുകൊണ്ടാണ് കയറാത്തതെന്ന് മനസ്സിലാവും. പിന്നെ ഇവിടെ വിട്ട് എനിക്കിതിരി കൂട്ടണം. 23,
ഡെപ്ത് 40. ഇവിടെ ക്ലിക്ക് ചെയ്താലാണ് ചേഞ്ച് ആവുള്ളൂ. ചേഞ്ച് ആയിട്ട് മാത്രം അടുത്തത് എൻട്രി ചെയ്യാം. മാക്സിമം എടുത്ത് 25, റൗണ്ട് ഓഫ് വാല്യൂ 2. നേരത്തെ ഞാൻ 0 ഇട്ടത് കൊണ്ടാണ് അവിടെ എല്ലാം വോൾ നമ്പേഴ്സ് ആയിട്ട് എനിക്ക് കിട്ടുക. റൗണ്ട് ഓഫ് 2 ഇട്ടാൽ എന്താ വരാന്ന് നമുക്ക് നോക്കാം. സ്റ്റോറി ഹൈറ്റ് 330. ഷെഡ്യൂൾ ടൈപ്പ് ടേബിൾ ആയിട്ട് മതി. പോസ് ചെയ്യുക, സ്കാൻ എടുക്കുക, നേരെ ലേഔട്ട് സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, എസ്റ്റിമേറ്റ്സ് പണി തുടങ്ങി. സ്കാൻ ഒക്കെ ചെയ്ത് ക്വാണ്ടിറ്റി ഒക്കെ കയറുന്നുണ്ട്. സ്കാൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. വെറുതെ വെയിറ്റ് ചെയ്താൽ മതി, ഒന്നും ചെയ്യണ്ട. ഓക്കെ കൊടുക്കുക. മറ്റേ എന്തിന്റെയോ പരസ്യമല്ലേ, നമ്മള് മഞ്ച് കഴിക്കോ ഒന്നും ചെയ്യാണ്ടിരിക്കോ, അങ്ങനെ എന്തോ ഒരു പരസ്യം. മഞ്ചല്ലോ, 5 സ്റ്റാർ ആണ്. അതേപോലെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. എന്നിട്ട് 4 കറക്ഷൻസ് ഉണ്ട്, അത് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രോയിങ് എടുത്ത് നോക്കിയേക്കാം, എല്ലായിടത്തും ലൈൻ വന്നിട്ടുണ്ടോ, കട്ടിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നു. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യണ്ട. ഈ ഒരു ക്വാണ്ടിറ്റി ഇങ്ങോട്ട് മുട്ടരുത്, എന്നാലേ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. ഈ സെയിം എസ്റ്റിമാറ്റ് സ്കാൻ വെച്ചിട്ട് നിങ്ങൾക്ക് BC ലേഔട്ടിന്റെ സെൻട്രൽ ലൈൻ ഡ്രോയിങ് വരയ്ക്കാം. ട്രിം ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊരു ഷോർട്ട് കട്ട് ആണ്. നിങ്ങൾക്ക് BC ലേഔട്ടിന്റെ ജസ്റ്റ് ഫില്ലറ്റ് മൾട്ടിലൈൻ കമാൻഡ് യൂസ് ചെയ്യാണ്ട് വെറുതെ ഒരു ഡ്രോയിങ് ഉണ്ട്, ആർട്ടിസ്റ്റ് ഡ്രോയിങ് ഉണ്ടെങ്കിൽ എടുത്തു വെച്ചൊന്ന് സ്കാൻ ചെയ്യുക, സെൻട്രൽ ലൈൻ ഡ്രോയിങ് കിട്ടും. പിന്നെ അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടാപ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മൾട്ടിലൈൻ മെത്തേഡ് വെച്ച് വരച്ച് സമയം കളയണമെന്ന് നിർബന്ധമില്ല. എന്തുകൊണ്ടാ മിസ് ഇവിടെയൊക്കെ ശരിയായിട്ട് വരാത്തെന്ന് വെച്ചാല് സോഫ്റ്റ്വെയർ അതിന്റെ പരിമിതമായ ബുദ്ധിയുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ മനുഷ്യന്മാര് സഹായിച്ചു കൊടുക്കണം അതിനെ. ആദ്യം തെറ്റൊക്കെ പറ്റാലോ. ഇത് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി ഇനി കറക്ഷൻസ് ഒന്നുമില്ല. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാർക്ക് സെൻട്രൽ ലൈൻ നമ്പർ കൊടുക്കുക. സെൻട്രൽ ലൈൻ നമ്പർ ആദ്യമേ മാർക്ക് ചെയ്താലേ നിങ്ങൾ ഉണ്ടാക്കുന്ന കറക്ഷൻസ് ചിലപ്പോൾ ഒരു ലൈൻ ഡിലീറ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് ഇവിടെ നമ്പറിങ്ങിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം ചെയ്യാത്തത്. ഇവിടെയും കോളത്തിന്റെ നമ്പർ നോക്കുക. 11 കോളം കറക്റ്റാ. എല്ലാ കോളത്തിലും സൈസ് സെയിം ആയതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യാത്ത. ഡിഫറെന്റ് ആണെങ്കിൽ കോളം സൈസുകൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പൊ ഇവിടെ കണ്ടോ 22 ആണ് വിട്ട് കയറി വന്നേക്കുന്നത്. ഇതൊക്കെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ റൗണ്ട് ചെയ്ത് 22 ആണ്. 23ലേക്ക് പോയില്ല, താഴത്തേക്ക് റൗണ്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും 0 ആയിട്ട് കിടപ്പുണ്ടോ, എന്തെങ്കിലും തെറ്റായിട്ടുണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നും ഓൾട്ട് ഞെക്കിയിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം. തൽക്കാലം നമ്മൾ അല്ലാണ്ട് നോക്കി, ഇനിയിപ്പോ നോക്കണം സമയം കളയണം എന്നില്ല. സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ആർട്രിക്സ് സ്കാനിലാണ് കുറച്ച് സമയം പോകുന്നത്, അതല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി സ്റ്റെയർ കേസിന്റെ വോളിയം ഒറ്റ സ്റ്റെയർ ഉള്ളൂ. ബേസ് സ്ലാബ് ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നത്. വിഡ്ത്ത് ഓഫ് സ്റ്റെയർ നമുക്ക് 99 ആണ്, 100 എന്നാണ് നമ്മൾ എടുത്തത്. റൈസ് 15, ത്രെഡ് 25.4. നമ്പർ ഓഫ് സ്റ്റെപ്സ് ഞാൻ 20 എടുക്കുന്നുള്ളൂ, കാരണം ഞാൻ മിഡ് ലാൻഡിങ്ങിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റെപ്പിന് സാധാ സ്റ്റെപ്പിന് ഇത്തിരി വീതിയില്ലേ ആ 4 അതുകൊണ്ട് അപ്രോക്സിമേറ്റ് അത് കറക്റ്റായി കിട്ടാൻ വേണ്ടി ഈ ഒരു കുറുക്ക് ഉപയോഗിക്കുന്നത്. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് സാധാ കറക്റ്റ് കിട്ടിയ ക്വാണ്ടിറ്റി എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. സ്ലാബിന്റെ ഡെപ്ത് 2.24 ആണ് ഏകദേശം സ്ലാബിന്റെ ക്ലിയർ സ്പാൻ തന്നെ. അത്രയും അല്ല, ശരിക്കും പറഞ്ഞാൽ ക്ലിയർ സ്പാൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റെയർ കേസിന് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ ഉണ്ട്. അത് ഏകദേശം 3.35 മീറ്റേഴ്സ് ഉണ്ട്. 3.35 മീറ്റേഴ്സ് ഉള്ള ഒരു സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ ഏകദേശം അതിനൊരു 150 തിക്നെസ് എങ്കിലും സ്ലാബിന് കാണും. അപ്പൊ അതുകൊണ്ട് സ്ലാബ് ഡെപ്ത് ഞാൻ ഇവിടെ ഒരു 15 സെന്റിമീറ്റർ എടുക്കുവാണ്. ഫ്ലോർ ലാൻഡിങ് 0 ആ, കാരണം ഞാൻ ഫ്ലോറിന്റെ അവിടെ കറക്റ്റ് പറ്റയ്ക്കാണ് വരച്ചത്. സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു ലാൻഡിങ് ഗ്യാപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ അത് കൺസിഡർ ചെയ്യേണ്ട, 0 ആണ്. നേരെ 0 ഇടാൻ പറ്റത്തില്ല, അപ്പൊ 0.01. മിഡ് ലാൻഡിങ് എൻഡ് എന്നാണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ മിഡ് ലാൻഡിങ് എടുക്കുന്നു, അതിന്റെ വാല്യൂ 100. ഓക്കെ, ഇവിടെ ഹൈറ്റ് ഓഫ് സ്റ്റെയർ കുറഞ്ഞേ വരത്തുള്ളൂ, പക്ഷെ തെറ്റല്ലാത്തതിന്റെ കാരണം ലാൻഡിങ്ങും തന്നെയാണ് 2-3 സ്റ്റെപ്പ്. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ വ്യത്യാസം വന്നേക്കുന്നത്. വോളിയം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും.
കാൽക്കുലേറ്റ് വോളിയം കൊടുത്തതിന് ശേഷം മാത്രം സേവ് ചെയ്യാം. ഇവിടെ വാല്യൂ വരണം, അല്ലെങ്കിൽ സേവ് ആവുന്നത് 0 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. സേവ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, ക്ലോസ്, റിഫ്രഷ് ചെയ്യുക. സ്റ്റെയർ കേസിന്റെ ക്വാണ്ടിറ്റിയും കയറി. ഇനി ഈ ഫ്ലോർ ലിസ്റ്റ് ചെയ്യാനുള്ളത് CAD യൂട്ടിലിറ്റി ആണ്. അതിന് പോൾ ലൈൻസ് എടുക്കുക. ഇവിടെ ലെയറിന്റെ പേര് കൊടുക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലെയർ നെയിം വെച്ച് എടുക്കേണ്ടി വരും. അതിന് പകരം ലെയർ നെയിം എൻട്രി ചെയ്യാണ്ട് സ്കാൻ എടുക്കുക, നേരെ ഓട്ടോകാഡിൽ വരിക, ഇത് ഫുൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ലെയർ സ്കാൻ ചെയ്യണ്ടെന്ന് വിചാരിക്കുവാണെങ്കിലേ അത് ഇവിടെ ലോക്ക് അല്ലെങ്കിൽ നമ്മള് ഈ വിസിബിലിറ്റി ഓഫ് ചെയ്ത് വെക്കത്തില്ലേ, അങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് സ്കാൻ ചെയ്താൽ അത് സ്കാൻ ആവത്തില്ല, ക്വാണ്ടിറ്റി കയറത്തില്ല കേട്ടോ. നേരെ സേവ് കൊടുക്കുക, ക്ലോസ് കൊടുക്കുക, റിഫ്രഷ് ചെയ്യുക. ഇപ്പോ എല്ലാ ക്വാണ്ടിറ്റീസും കയറി കഴിഞ്ഞു. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് 40-നാ. ഇത് എക്സ്പ്ലനേഷനും ബാക്കി കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. വിത്ത് ചെക്കിങ് നമുക്ക് എസ്റ്റിമേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് സ്പീഡിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 10-15 മിനിറ്റ് കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഫുട്ടിങ്ങിന്റെ പോർഷൻ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ഡേ പറഞ്ഞുതരാം. ഫുട്ടിങ്ങിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫുട്ടിങ് ഡ്രോയിങ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഇന്നത്തേക്ക് ഇത്രയും മതി. ഇത്രയും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് കഴിയുമ്പോൾ ഞാൻ സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് തരാം. ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, റൺ ചെയ്ത് നോക്കുക. പാസ്വേഡ് സെയിം, ആഡ്സ്വേർഡ് സെയിം തന്നെയാണ്, അത് യൂസ് ചെയ്യുക. 15 days ഫ്രീ ട്രയൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ട്രയൽ തന്നെ കിട്ടണം എന്ന് ഒരു നിർബന്ധമില്ല. ഒരു 2-3 ട്രയൽ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് കിട്ടുക. എന്നാലും സാരമില്ല, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു ഓൾ, ഗുഡ് നൈറ്റ്. ഇപ്പൊ ഞാൻ ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല, ചെയ്ത് നോക്കിയാലേ ഡൗട്ട് വരത്തുള്ളൂ. ചെയ്ത് നോക്കിയിട്ട് പറയാം.